ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് സബ്സ്റ്റൻസ് എന്ന മൂവിയാണ്. രണ്ടായിരത്തി 2024 ഇറങ്ങിയ ഒരു ബോഡി ഹൊറർ കാറ്റഗറിയിൽ വരുന്ന ഒരു മൂവിയാണ് സബ്സ്റ്റൻസ്. കൊറാലി ഫർഗറ്റ് എന്ന ലേഡിയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഡെമി മൂർ, മാർഗരറ്റ് ക്വേലി ഇവർ രണ്ടും മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള മൂവിയാണ്. അറൗണ്ട് 2 മണിക്കൂർ 20 മിനിറ്റിൻ്റെ റൺ ടൈം ഉണ്ട്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ അവാർഡ് നേടിയൊരു മൂവിയാണിത്. അക്കാഡമി അവാർഡ്സിൽ ബെസ്റ്റ് മേക്കപ്പും അല്ലാതെ തന്നെ ബെസ്റ്റ് ആക്ട്രസിനുള്ള നോമിനേഷൻസും എല്ലാം പോയ മൂവി തന്നെയാണ് സബ്സ്റ്റൻസ്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ്ങിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സ്ലിപ്പ് കവറിലെ സെയിം ഇമേജ് തന്നെയാണ് ഡിസ്കിൻ്റെ കേസിൽ വന്നിരിക്കുന്നത്. 4K ഡിസ്കും ബ്ലൂറേ ഡിസ്കും രണ്ട് ഡിഫറെൻറ്റ് ഇമേജസ് ആണ്. 4K ഡിസ്കിൽ മാർഗരറ്റ് ക്വേലിയും ബ്ലൂറേ ഡിസ്കിൽ ഡെമി മൂറുമാണ് ഇമേജ് വന്നിരിക്കുന്നത്. 4K ഡിസ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. 4K ആണ്, HDR10 ഉണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്. അതേസമയത്ത് ഓഡിയോ വരുമ്പോൾ രണ്ടിലും 4Kയിലും ബ്ലൂറേയിലും DTSന്റെ മാസ്റ്റർ ഓഡിയോ 5.1 തന്നെയാണ് ഉള്ളത്. കാരണം ഇത് ഡോൾബി അറ്റ്മോസിൽ വരും എന്ന് പ്രതീക്ഷിച്ച മൂവിയാണ്. ഇത് പക്ഷേ DTSൽ വന്നപ്പോൾ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നോട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നോർമലി 4K ഡിസ്കുകളിൽ എക്സ്ട്രാസ് വരാറില്ല, പക്ഷേ ഇതിൽ 4Kയിലും ബ്ലൂറേയിലും സെയിം എക്സ്ട്രാസ് തന്നെയാണ് ഉള്ളത്. മേക്കിംഗ് വീഡിയോ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ചെറിയൊരു വ്യൂ പോയിന്റ്സ് പറയുന്ന ഒരു 2-2.5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് 2024 കണ്ടൊരു മൂവി തന്നെയാണ് സബ്സ്റ്റൻസ്. ഞാൻ ഇതിൻ്റെ ഒരു സ്റ്റോറി ഐഡിയ ഒരു ബേസിക് ആയിട്ടൊന്ന് പറയാം. അതായത് ഒരു 50 വയസ്സായ ഒരു ആക്ട്രസ് ആണ് ഡെമി മൂറിൻ്റെ ക്യാരക്ടർ. അവരുടെ കരിയറിൽ റിസ്ക് വരുന്നതായിട്ട് തോന്നിയിട്ട് അവരൊരു വിയേർഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണ്. അതായത് ഒരു കെമിക്കൽ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴേക്കും പുള്ളിയുടെ തന്നെ ഒരു ക്ലോൺ ബോഡിക്കകത്ത് നിന്ന് വരുന്നതും ആ ക്ലോണിനെ വെച്ചിട്ട് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ഐഡിയോളജിയാണ് പുള്ളിക്ക് തോന്നുന്നത്. അങ്ങനെ ട്രൈ ചെയ്യുമ്പോഴത്തേക്കും, അത്രയും വിയേർഡായിട്ടുള്ള ഐഡിയ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, എന്തൊക്കെ റൂൾസ് അതിനകത്തുണ്ട്, അതൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ഇഷ്യൂസ് ആണ് വരുന്നത്, അവരുടെ അവസ്ഥ എന്താവും. ഇതാണ് ഈ സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത്. പറഞ്ഞു തീരുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുന്ന സ്റ്റോറി ആണെങ്കിലും സ്റ്റിൽ ഇത് 2.5 മണിക്കൂർ, ഓൾമോസ്റ്റ് 2.5 മണിക്കൂർ അത്യാവശ്യം എൻഗേജ് ചെയ്യിപ്പിച്ച് നല്ല പോലെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു മൂവിയാണ് സബ്സ്റ്റൻസ്. എനിക്ക് മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത് ആക്ച്വലി ഇതിൻ്റെ മീനിങ് ആയിട്ട് പറയാൻ പറ്റുന്നത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലൈഫിൽ, അതായത് നമുക്ക് ഇപ്പം നമ്മുടെ എന്ത് ജീവിത സാഹചര്യമാണോ ഉള്ളത് അതിൽ തൃപ്തനാവുക എന്നുള്ളതും, അത്യാഗ്രഹം അല്ലെങ്കിൽ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇനിയും വേണം, അല്ലെങ്കിൽ കുറേ കൂടെ വേണം, അതെല്ലാം എനിക്ക് തന്നെ വേണം എന്നൊക്കെയുള്ള ആഗ്രഹിക്കുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, നമ്മൾ എന്തൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഈ ഐഡിയോളജിയെ ബെസ്റ്റ് രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവന്നുകൊണ്ടായിരിക്കണം ബെസ്റ്റ് സ്ക്രീൻ പ്ലേയുടെ തന്നെ അവാർഡ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എൻ്റെ മെയിൻ പാർട്ട് വീഡിയോയുടെ കാര്യം പറഞ്ഞു തുടങ്ങാം. അപ്പോൾ സ്റ്റോറി പറഞ്ഞ പോലെ തന്നെ ഒരു 50 വയസ്സായ ഒരു ലേഡി 20 വയസ്സായ ഒരു ക്ലോണിനെ ഉണ്ടാക്കുമ്പോൾ സ്വന്തം ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരും. അതായത് ഇപ്പോൾ 50 വയസ്സായ ലേഡിയുടെ ഓൾമോസ്റ്റ് എല്ലാ ബോഡി പാർട്സും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലുള്ള സ്കിന്നിലെ പ്രശ്നങ്ങൾ, സ്കിന്നിലെ ഇഷ്യൂസ്, അതായത് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത്, ഒരുപാട് റിങ്കിൾസ് കാര്യങ്ങൾ, ചുരുക്കുകൾ എല്ലാം വരുന്നത്, ഇതെല്ലാം നല്ലപോലെ ഡീറ്റെയിലിങ്ങിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 20 വയസ്സുള്ള ലേഡിയെ കാണിക്കുമ്പോൾ, മാർഗരറ്റിനെ കാണിക്കുമ്പോഴേക്കും അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള, അതായത് അത്രയും ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന്, അത്ര യങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം അത്യാവശ്യം നല്ലപോലെ സ്കിൻ ഷോ ഉള്ള മൂവിയാണ്. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് എടുത്ത് പറയുന്നില്ല, കാരണം ഓൾമോസ്റ്റ് 80% എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്, ന്യൂഡിറ്റി ഉണ്ട്. ഓൾമോസ്റ്റ് 18+ എന്ന് തന്നെ പറയാൻ പറ്റും. അത് ഹൊറർ കാറ്റഗറി വെച്ച് പറഞ്ഞാലും ശരി, ന്യൂഡിറ്റി വെച്ച് പറഞ്ഞാലും ശരി. ഈ 4K ഡിസ്കിൽ വരുന്ന ഡോൾബി വിഷൻ ഇതിന് എന്താണ് എക്സ്ട്രാ ആയിട്ട് തരുന്നത് വെച്ചാൽ കളേഴ്സിൻ്റെ പഞ്ചിനെസ് ആണ്. അതായത് അത്രയും ബ്രൈറ്റ് ആയിട്ട്, ഈ മൂവിയുടെ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് കളറിങ്ങിലാണ്. അതായത് ഒരുപാട് വൈറ്റ്, ഒരുപാട് റെഡ്, യെല്ലോ, അങ്ങനെ ഒരുപാട് കളേഴ്സ് നല്ല പോലെ. അതായത് ഒരു ടൈൽ എടുത്താൽ ആ ടൈൽ മൊത്തം വൈറ്റായിരിക്കും. ഇപ്പോൾ ഒരു ഹോൾവേ എടുത്താൽ റെഡ് ഹോൾവേസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും കളേഴ്സിൻ്റെ ഡീറ്റെയിലിങ് കിട്ടും, നമുക്ക് അത്രയും പഞ്ചി ആയിട്ടുള്ള കളേഴ്സ് കിട്ടും. അതെല്ലാം എക്സ്ട്രാ ഒരു ടിപ്പ് കൊടുക്കുന്നത് ഈ ഡോൾബി വിഷനാണ്. അത്യാവശ്യം ബ്ലഡ് കാണിക്കുന്നുണ്ട്. ആ ബ്ലഡും ഈ പറയുന്ന വൈറ്റ് ടൈലിലൊക്കെ കാണിക്കുമ്പോഴേ അത്രയും പഞ്ചി ആയിട്ടുള്ള കളേഴ്സാണ് കിട്ടുന്നത്. പിന്നെ ബ്ലാക്കിൻ്റെ കേസ്, അതായത് നല്ലപോലെ ഡാർക്ക് സീൻസ് ഉണ്ട്. ആ ഡാർക്ക് സീൻസിൽ ഞാൻ കുറച്ച് സാമ്പിൾസ് ഇട്ടേക്കാം. അതിലെല്ലാം അത്യാവശ്യം നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ബ്ലാക്ക് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് ഡോൾബി വിഷൻ എത്രത്തോളം ഒരു മൂവിയെ വിഷ്വലി ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ മുബി എന്ന കമ്പനിയാണ് ഈ മൂവി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഗ്ലോബലി. അപ്പോൾ ഇതിൻ്റെ ഫിസിക്കൽ റിലീസ് വന്നപ്പോഴും മുബിയാണ് ചെയ്തത്. അപ്പോൾ ഞാനിത് അനൗൺസ് ചെയ്തപ്പോഴേ വിചാരിച്ചൊരു സംഭവം എന്ന് പറയുന്നത് എന്തായാലും ഡോൾബി അറ്റ്മോസ് ആയിരിക്കും വരുന്നതെന്നാണ്. പക്ഷേ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇത് ഡോൾബി അറ്റ്മോസ് അല്ല, DTS ആണ് ഇതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഓഡിയോ എന്ന് മനസ്സിലായത്. DTSൻ്റെ മാസ്റ്റർ ഓഡിയോ തന്നെ ഡിമാൻഡ് ചെയ്യുന്നൊരു മൂവിയാണ് സബ്സ്റ്റൻസ്. ഞാൻ കുറച്ച് സീൻസ് ഇതിൽ മെൻഷൻ ചെയ്ത് കാണിക്കാം. അതായത് ഇപ്പം ഫുഡ് ചവയ്ക്കുന്ന സീനായാലും, ഒരു ഹോട്ടൽ റൂമിൽ ഇരിക്കുമ്പോൾ പാത്രങ്ങൾ തമ്മിൽ തട്ടുന്നത്,
അതായത് ഇത്രയും ഡീറ്റെയിലിംഗ്, അത് ചെറിയ ചെറിയ LFE എന്ന് പറയാൻ പറ്റും, അത് ലോ ഫ്രീക്വൻസിയിൽ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾക്ക് അത്രയും ഡീറ്റെയിലിംഗ് കൊടുത്ത് നല്ല എഫക്ട്സ്, പഞ്ചിങ് ആയിട്ടുള്ള എഫക്ട്സ് കിട്ടി. അത് സംഭവം ചെയ്യണമെങ്കിൽ നമുക്ക് ഡോൾബി അറ്റ്മോസിലല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കിട്ടുന്നത്, DTSലാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റും ഇറങ്ങുന്ന എല്ലാ മൂവീസും ഡോൾബി അറ്റ്മോസിലാണ് കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് മിസ്സാവുന്നു എന്നുള്ളത് കൂടെ ഈ DTS ഓഡിയോ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു എഗ് ഷെല്ല്, അതായത് എഗ്ഗിൻ്റെ ഷെല്ല്, അത് പൊട്ടുന്ന സൗണ്ട് നമുക്ക് അറ്റ്മോസിലേക്കായിട്ടും നല്ല പോലെ ക്ലാരിറ്റി കേൾക്കണം എന്നുണ്ടെങ്കിൽ DTSൽ കേട്ടാലേ മനസ്സിലാവും. ഈ മൂവിയുടെ സ്ക്രീൻ പ്ലേ വരുന്നത് ബോഡി ഹൊററാണ്. അതായത് ഒരാളുടെ ബോഡി പൊട്ടിയിട്ട് അതിനകത്തുനിന്നൊരു ബോഡി വരുന്നൊരു എഫക്റ്റാണ്. ഇത് സെയിം എഫക്റ്റാണ്. ഈ മുട്ടയുടെ ഷെല്ല് പൊട്ടുന്ന അതേപോലെ തന്നെ ബോഡി പൊട്ടുന്ന പോലെയാണ്. അപ്പം ഈ എല്ലുകൾ പൊട്ടുന്ന സൗണ്ടായാലും അത്രത്തോളം ഡീറ്റെയിലിംഗ് വരുന്നത് DTSലാണ്, അത് ഡോൾബി അറ്റ്മോസിലല്ല. അപ്പോൾ നമുക്ക് സിനിമയ്ക്ക് ആവശ്യപ്പെടുന്ന ഒരു മിക്സിംഗ് ആയിരിക്കണം ഇതിൽ ബെറ്ററായിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് പല സിനിമകളും അങ്ങനെ വരാതെ ഇരുന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റേതായ ബുദ്ധിമുട്ടല്ല, നമുക്ക് അതിൻ്റേതായ കുറവുകൾ നമുക്ക് തോന്നും, കാരണം ചില മൂവീസിൻ്റെ കേസ് വരുമ്പോഴേക്കും. പിന്നെ ഈ ട്രാക്ക് അത്യാവശ്യം ലൗഡാണ്, നല്ലപോലെ BGMs യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല ഫാസ്റ്റ് മൂവിങ് സിനിമയാണ്. അപ്പം നമുക്ക് ഒരു രീതിക്കുള്ള ബോറടി ഇല്ല. അതിന് ഈ സൗണ്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ സിനിമയിലേക്ക് നമ്മൾ പിടിച്ചിരുത്തണം എന്നുണ്ടെങ്കിൽ. കാരണം ചില മൂവീസ്, ഇപ്പോൾ ഇംഗ്ലീഷ് മൂവീസ് അത് വരുന്നത് ചിലപ്പം ഒരു 2 മണിക്കൂർ താഴെ ആയിരിക്കും, അത് നമുക്ക് പെട്ടെന്ന് തീരും. പക്ഷെ അതേ സമയത്ത് അത്യാവശ്യം റൺ ടൈം ഉള്ള ഒരു മൂവി നമുക്ക് പിടിച്ചിരുന്നത് സ്ക്രീൻ പ്ലേ ആയാലും ഓഡിയോ സൈഡായാലും നല്ല പോലെ എൻഗേജിങ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഓഡിയോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി നല്ലൊരു കളക്റ്റിബിൾ ഐറ്റം ആണ് സബ്സ്റ്റൻസ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു മൂവിയായിട്ട് കാണാം. ബൈ.